പ്രിയ സുഹൃത്തുക്കളെ, ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് ആഴ്ച 1 ആകുന്നു. ഇതുവരെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിട്ടില്ല. എന്താണ് ഇപ്പം മുഖ്യമന്ത്രി ആയിട്ട് എടുക്കാനുള്ള തടസ്സം? എന്താ ഇവിടെ 102 സീറ്റ് കൂടിപ്പോയതാണോ വലിയ പ്രശ്നം? ഇപ്പം എൻ്റെ പൊന്നും കെ സി വേണുഗോപാലൻ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇവരെ വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാണോ എന്ന്? നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ കേരളത്തിൽ നല്ല MLA-മാരുണ്ട്. സതീശനുണ്ട്, രമേശുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, മാത്യു കുഴൽനാടനുണ്ട്. ഇവരെല്ലാവരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യത ഉള്ളവർ തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയിറക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് ഫണ്ട് കൊടുത്ത് വിചാരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത ഫണ്ടൊന്നും അല്ലല്ലോ, പാർട്ടി ഫണ്ടല്ലേ, അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ് തന്ന ഫണ്ടല്ലേ. അല്ലാണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊന്നും ഇങ്ങോട്ട് ആർക്കൊന്നും തന്നിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ പിന്നെ കുറേ MLA-മാരെ സെലക്ട് ചെയ്തു, അവരെല്ലാം ജനങ്ങളെ ജയിപ്പിച്ചത്. അല്ലാതെ നിങ്ങളല്ലല്ലോ, ജനങ്ങളെ ജയിപ്പിച്ചത്. അപ്പോഴേ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. നിങ്ങൾ കേന്ദ്രത്തിൽ ഇങ്ങോട്ട് വരണം, നിങ്ങൾ അവിടെ നിന്ന് നേതൃത്വം കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ആകേണ്ട കാര്യം നിങ്ങൾക്കില്ല. കാരണം നായിയാൽ തന്നെ നിങ്ങളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിങ്ങളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, 100% ഉറപ്പാണ്. നിങ്ങളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ മറ്റേ രീതിയിൽ ഇഷ്ടമാണോ അല്ലോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടത് ജനങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വരുന്നത്? നിങ്ങൾ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ 6 മാസം കഴിഞ്ഞ് 6 മാസത്തിന് മുമ്പ് ഇത് തെളിയിക്കണ്ടേ? അതിൽ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഇലക്ഷൻ്റെ കാശൊക്കെ ആരാ ചിലവാക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ചിലവാക്കുമോ? അങ്ങനെ പറ്റുമോ നിങ്ങൾക്ക്? പിന്നെ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങൾ ഈ 6 മാസത്തിനകം ഒരു ഭൂരിപക്ഷം തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ തോക്കത്തേ ഉള്ളൂ. ജനങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും, അത് ഉറപ്പാണ്. പാർട്ടി നേതാക്കൾ അടക്കം നിങ്ങളെ തോൽപ്പിക്കും. കാരണം നിങ്ങൾ മുഖ്യമന്ത്രിയാകുന്നത് കേരളത്തിൽ ആർക്കും ഇഷ്ടമല്ല, നേതാക്കന്മാർക്ക് ഇഷ്ടമല്ല, ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെങ്ങാനും ഇരുന്ന് കേന്ദ്രത്തിൻ്റെ കഴിവെങ്കിൽ കോൺഗ്രസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേ, നല്ലത് ചെയ്യേ. ഏതായാലും 2 സംസ്ഥാനമാക്കി കുറപ്പിച്ചല്ലോ നിങ്ങളവിടെ പോയ. പിന്നെ ഇപ്പം ഏത് സംസ്ഥാനമാണ് ഉള്ളത് കോൺഗ്രസ്സിൽ? ആകെ 2 സംസ്ഥാനമേ ഉള്ളൂ, ഒന്ന് കേരളവും ഒന്ന് കർണാടകയും. അതെങ്കിലും ഒന്ന് ചൊവ്വേന്നേരെ കൊണ്ടുപോകാൻ നോക്ക് കേട്ടോ, പ്ലീസ്. ഒരു അപേക്ഷയായിട്ട് എടുത്താൽ മതി. കെ.സി. വേണുഗോപാൽ തൽക്കാലം മാറി നിൽക്കുക. നിങ്ങൾ വരേണ്ട കാര്യമില്ല. കാരണം ഇതിവിടെ ആളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത്ര ആൾക്കാരുള്ള സ്ഥിതിക്ക് നിങ്ങൾ വരണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മുഖ്യമന്ത്രിയായി ഇവിടെ മേളിൽ നിന്ന് കെട്ടിയിറക്കി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, പ്ലീസ്. അതുകൊണ്ട് വേണുഗോപാൽ ഒന്ന് മാറി നിൽക്കുക. ഇവരിലാരെങ്കിലും മുഖ്യമന്ത്രി ആകട്ടെ, ഓക്കെ? ഇന്നാരാണോന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം സത്യം പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം രമേശ് ചെന്നിത്തലയുണ്ട്, വി ഡി സതീശനുണ്ട്, മാത്യു കുഴൽനാടനുണ്ട്, പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ഈ 4 പേരിൽ ആരെങ്കിലും വേണമെങ്കിൽ മുഖ്യമന്ത്രിയായി. ഇവർ 4 പേരും മുഖ്യമന്ത്രിക്ക് യോഗ്യതയായിട്ടുള്ളവരാണ്. അതുകൊണ്ട് കെ.സി. വേണുഗോപാൽ നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ, പ്ലീസ്. നിങ്ങളൊന്ന് മാറി നിൽക്കണം.